ഹായ് വ്യൂവേഴ്സ്, എനിക്ക് കിട്ടിയ വർക്കിൽ കുറച്ച് കംപ്ലീറ്റ് ആക്കിയ മോഡൽസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ബ്രൈഡിന് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു ഗൗണാണ്. ഇതിൽ അടിയിലായിട്ട് ബോർഡർ വെച്ചിട്ട് അടിയിൽ പ്ലീറ്റഡ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഷോളിൽ വീതിക്ക് ബോർഡർ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് കുണ്ടൻ സ്റ്റോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രൈഡിൻ്റെ ഹൽദിയുടെ ഡ്രസ്സാണ്. ഭാവനയുടെ ഹൽദിയുടെ ഡ്രസ് മോഡൽ പോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ നമ്മളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഭാവനയുടെ ഡ്രസ് മോഡലിൽ ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് വർക്കാണ്. ഇതിൽ പോംപോം യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആ ഡിസൈൻ്റെ താഴത്തേക്ക് കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഹാൻഡ് വർക്ക് ഒഴിവാക്കി ഈ പോംപോം യൂസ് ചെയ്തത്. ഈ പോംപോം വെച്ച് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അത് കാണുക. ഈ പോംപോം യൂസ് ചെയ്ത് തന്നെ ഹൽദി ഡേയിൽ നമുക്ക് ഇയറിങ്സ്, അതുപോലെ തന്നെ മാല, അങ്ങനെ പല മോഡലിൽ വെറൈറ്റിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ വെഡ്ഡിങ്ങിൽ ഇടാനുള്ള കുറച്ച് പേരുടെ ഡ്രസ് കോഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഡ്രസ് കോഡിൻ്റെ കളർ കോമ്പിനേഷൻ. ഇത് കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ എടുക്കുന്ന കളറിൻ്റെ ഒരു പ്രശ്നമാണിത്. ശരിക്കും പറഞ്ഞാൽ കട്ട ഉള്ളിത്തുണ്ടിൻ്റെ കളറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ കളറ്. പിന്നെ ഒരു ആഷ് ഏകദേശം കറക്റ്റ് കളറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഷോളിൽ ഞാൻ പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടികത്തായിട്ട് കുറച്ച് ട്യൂബ് ലേസ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് അംബർല കട്ടിൻ്റെ സ്ലീവാണ്. ഇതിൻ്റെ അരികത്തായിട്ടും ഞാൻ കുണ്ടൻ സ്റ്റോണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് സിഗരറ്റ് പാൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് സാധാരണ ഒരു ചുരിദാറാണ്. ഈ മറ്റേതിൽ ഗോൾഡൻ കളർ ഒരു കോമ്പിനേഷനിലാണ്, ഇതിൽ ബ്ലാക്ക് ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബോഡി കുറച്ച് പ്ലെയിൻ ആയിട്ട് ഞാൻ കുറച്ചും കൂടി ബീഡ്സ് ഞാൻ അതിൽ വെച്ച് കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ അപ്പോൾ അത് കാണിക്കാനുള്ള സമയം ഉണ്ടായില്ല. ഇതിൻ്റെ അരികത്തായിട്ട് ഞാൻ ഇതൊരു ലേസ് വെച്ചിട്ട് അരികത്തായിട്ട് ട്യൂബ് ലേസ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷോളിലും ഞാൻ ട്യൂബ് ലേസ് വെപ്പിച്ചിട്ടുണ്ട്. ഈ സെയിം തന്നെ രണ്ടെണ്ണമാണ് ചെയ്തേക്കുന്നത്. ഇത് ഷോൾ ഇട്ടുകൊണ്ടാണ് ഇച്ചിരി ചെരിഞ്ഞ് കിടക്കുന്നത്. ഇത് കറക്റ്റായിട്ട് തന്നെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് പിന്നെയും ഇതുപോലെ ഒരു ഗോൾഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. കയ്യിൽ ട്യൂബ് ലേസ് വെച്ചിട്ട് അരികത്തായിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ലുക്കാണിത്. ഇതിൻ്റെ അരികത്തായിട്ട് ഞാൻ ഗോൾഡൻ കളർ ഇതുപോലെ ഒരു വളഞ്ഞ ലേസാണ് വെച്ചിരിക്കുന്നത്. ഈ ലേസ് രണ്ട് സൈഡിലും വെച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കാണിച്ച സെയിം മോഡൽ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നേരത്തെ കാണിച്ച ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നവരുടെ കുട്ടികളുടെ ഡ്രസ്സാണ്. ഇതിൽ ഏറ്റവും കുഞ്ഞ കുട്ടിയുടെയാണ് ഇത്. ഇതിൽ ഞാൻ യോക്കിൻ്റെ അവിടം കൊണ്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് സ്ലീവിലൊരു പൈപ്പിങ്ങും കൊടുത്ത് ചെസ്റ്റിൻ്റെ അവിടം കൊണ്ട് കുറച്ച് ബീഡ്സുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ തൊട്ട് വലിയ സൈസിലാണ് ഇതും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സെയിം മോഡൽ തന്നെയാണ് മൂന്നും സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കുട്ടിയുടെയാണ്.
അതിൽ ബ്ലാക്ക് തന്നെയാണ്, ഫ്ലവേഴ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു അംബ്രല കട്ടിന്റെ ഒരു ഗൗൺ ആണ്. സിമ്പിൾ വർക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അധികം വർക്ക് ഇതിൽ ചെയ്തു കൊടുത്തിട്ടില്ല. യോക്കിന്റെ അവിടെ ജസ്റ്റ് ഒരു ഫ്ലവേഴ്സും ബീഡ്സും ആയിട്ടുള്ളൊരു ചെറിയൊരു വർക്കാണ് കൊടുത്തേക്കുന്നത്. സ്ലീവിലൊരു കുറച്ച് ബീഡ്സ് മാത്രമാണ് വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് അവരുടെ കുട്ടിയുടെ ഡ്രസ്സാണ്. ആ സെയിം കളറിൽ തന്നെയാണ് ഇത്. നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് റെഡിമെയ്ഡ് ആയിട്ട്. അത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ബീഡ്സ് വെച്ചിട്ട് പഞ്ചിങ് മെഷീനിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആ ഫ്ലവർ വെച്ചിട്ട് ജസ്റ്റ് ഹോളുള്ള ബീഡ്സ് മേടിച്ചിട്ട് നമുക്ക് സൂചിയും നൂലും വെച്ച് തുന്നി കൊടുത്താലും മതി. ഇതിപ്പോൾ എല്ലാം ഡ്രസ് കോഡ് ആയതുകൊണ്ട് മാത്രമാണ് എല്ലാം ഒരു സെയിം മോഡലിൽ തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതും ഡ്രസ് കോഡിൽ തന്നെയുള്ള ഒരു അബായയാണ്. ഇതും ലൈറ്റ് കളർ തന്നെയാണ് ഇതിന് ചൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു മോഡൽ വരുന്നത് സ്ലീവിൽ മാത്രമാണ്. എനിക്ക് നല്ലൊരു വെറൈറ്റിയാണ്. സിമ്പിളും ആണ്, എനിക്ക് കാണാൻ നല്ലൊരു വെറൈറ്റിയാണ്. അരികത്തായിട്ടുള്ള ആ പടിയിൽ കുണ്ടൻ സ്റ്റോൺ ആണ് വെച്ചു കൊടുത്തേക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ കറക്റ്റ് ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച് കിടക്കണം നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ആ കറക്റ്റ് ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് ഈ ഡ്രസ് ഇട്ട ആളുടെ മോക്കഡ് ഡ്രസ്സാണ്. സെയിം കളർ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. 2 ലെയറായിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇതിന് ചെസ്റ്റിന്റെ മേൽഭാഗം കൊണ്ട് ഒരു ഓഫ് വൈറ്റിലുള്ള കളറിലുള്ള ഇച്ചിരി ഗ്ലേസിംഗ് ഉള്ളൊരു തുണിയാണ് വന്നേക്കുന്നത്. താഴത്തേക്ക് പർദ്ദ മെറ്റീരിയൽ തന്നെയാണ്, സെയിം കളർ കിട്ടാൻ വേണ്ടി പർദ്ദ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ടൊരു ചെറിയൊരു ബട്ടർഫ്ലൈ, ചെറുതല്ല ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയും കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈന് നടുക്കായിട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു 3 സ്റ്റോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം തന്നെ 2 പീസാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നതുള്ളൂ. ഇതിന്റെ അരികത്ത് സ്റ്റിഫായിട്ട് കിടക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിഫ് പേപ്പർ വെച്ച് അയൺ ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇവിടെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽസിന്റെ വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പാറ്റേൺ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.